ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയത്തിനകത്താണ് കേട്ടോ. മ്യൂസിയത്തിനകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്നത് മ്യൂസിയം പാലസ് ആണ്. ഈ പുറകിൽ കാണുന്നതാണ് തിരുവനന്തപുരം മ്യൂസിയം റേഡിയോ സ്റ്റേഷൻ. ഒരുപാട് സിനിമകളിലെല്ലാം ഈ റേഡിയോ സ്റ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ പാലസ്, ഈ പുറകിൽ കാണുന്ന സ്റ്റെപ്പ്, അപ്പുറത്ത് കാണുന്ന ആ സ്റ്റെപ്പ് എല്ലാം ഇലപൊഴിയും ശിശിരത്തിൽ എന്നുള്ള പാട്ടിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ ഒരുപാട് സിനിമകളിൽ ഈ റേഡിയോ സ്റ്റേഷനും ഈ ഒരു ഭാഗവും മ്യൂസിയത്തിനകത്ത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് മ്യൂസിയം റേഡിയോ സ്റ്റേഷൻ. നല്ല ഭംഗിയുള്ള ഒരു റേഡിയോ സ്റ്റേഷനാണ്. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് കേൾക്കാം, വാർത്ത കേൾക്കാം, അങ്ങനെ പല പല റേഡിയോ പ്രോഗ്രാമുകളും അറിയാൻ പറ്റും. പിന്നെ പ്രൈവറ്റ് FM-ല് പാട്ടൊന്നും ഇവിടെ വെക്കാറില്ല. ഗവൺമെന്റ് FM-ല് പാട്ടാണ് വെക്കുന്നത്. ആകാശവാണിയുടെ പാട്ട് മാത്രമേ വെക്കാറുള്ളൂ. വാർത്ത, ആകാശവാണിയുടെ പ്രോഗ്രാംസ് മാത്രമാണ് ഇവിടെ വെക്കുന്നത്. ഈ റേഡിയോ സ്റ്റേഷന്റെ ചുറ്റും ചെടികളൊക്കെ നട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇതിന്റെ ചുറ്റും നടന്നൊന്ന് വീഡിയോ എടുക്കാം. ചെടിയെല്ലാം നട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. പല സിനിമകളിലും ഈ റേഡിയോ സ്റ്റേഷൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. എനിക്കറിയാന്നുള്ളത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. 3 സൈഡും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. 3 സൈഡില് 2 സൈഡും സ്റ്റെപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു ഗോപുരവും ഈ റേഡിയോ സ്റ്റേഷനിൽ കാണാൻ പറ്റും. കൈവരിയൊക്കെ ഫിനിഷ് ചെയ്ത് നല്ല പോളിഷ് ചെയ്തിട്ടിട്ടുണ്ട്. ചെടികളെല്ലാം നല്ല രീതിയിൽ ഭംഗിയായിട്ട് കട്ട് ചെയ്ത് നട്ട് വളർത്തി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കാം. ഇതാണ് റേഡിയോ സ്റ്റേഷനകത്തുള്ള സ്റ്റെപ്പ്. ഇപ്പൊ ഞാൻ ഈ റേഡിയോ സ്റ്റേഷനകത്താണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് മ്യൂസിയത്തിന്റെ ഗാർഡൻ ഫുള്ള് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. ഈ റേഡിയോ സ്റ്റേഷൻ ഇവിടെ വന്നാൽ നിങ്ങളെ കാണാതെ പോകരുത്. തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ റേഡിയോ സ്റ്റേഷൻ. അപ്പൊ ശരി, ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. മ്യൂസിയത്തിനകത്തുനിന്ന് ഒരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ കുറെ കാലം കൊണ്ട് വിചാരിക്കുകയാണ്, പക്ഷെ നടക്കാറില്ല. എന്തെങ്കിലും ഒരു ദിവസം നടക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ഉണ്ട് എടുക്കാൻ. ചുറ്റും വലിയ ഗാർഡനാണ്. പക്ഷെ അത് നമുക്ക് വീഡിയോ എടുത്ത് തീർക്കണമെങ്കിൽ ഒരാളുടെ സഹായം കൂടെ വേണം. ഒറ്റയ്ക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ വീഡിയോ എടുക്കാൻ വളരെ സമയം ആവശ്യമുണ്ട്. ഇതിനകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ നല്ല എക്കോയാണ് കേട്ടോ. മ്യൂസിയം പാലസ് ഉണ്ടല്ലോ ബാക്കിൽ, ഇവിടെയൊക്കെ വരുമ്പോൾ നല്ല എക്കോയാണ്. ഇതിന് മുകളിലൊക്കെ പഴയകാലത്തെ വുഡ് വർക്കുകളാണ്. അപ്പൊ ഇവിടെ വരുന്ന ഒരു റേഡിയോ സ്റ്റേഷൻ കാണാതെ പോവില്ലേ. അപ്പൊ ശരി, ടാറ്റാ.